കോൺട്രാക്ട് മാരേജ് ഭാഗം 39 റൈറ്റൻ ബൈ റോസ്. ഇവിടെങ്ങും ആരുമില്ലേ? രാജിയുടെ ഉറക്കെയുള്ള ശബ്ദം കേട്ട് അകത്തുനിന്ന് ചന്ദ്രിക അവർ നിൽക്കുന്നിടത്തേക്ക് വന്നു. ആ ചേച്ചിയെ, എന്താടി ഇവിടെയുള്ളവരൊക്കെ എവിടെ പോയി? ഏട്ടനില്ലേ ഇവിടെ? ഇല്ല, പുറത്തേക്ക് വരെ പോയേക്കുക. അവരുടെ സംസാരത്തിലും നോട്ടത്തിലുമൊക്കെ വല്ലാത്ത ധാർഷ്ട്യം നിറഞ്ഞു. ഇവിടെ വന്ന നാളെ മുതലേ ചേച്ചിയെ കണ്ടേക്കുന്നത് ഇങ്ങനെയാണ്. ഏട്ടൻ്റെ പ്രിയപ്പെട്ട അനിയത്തി. ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാൻ പോയിട്ടില്ല അനിയത്തിയെ. അതിനറിയാതെ പോലും ശ്രമിച്ചാൽ ഇവിടെയുള്ള ആർക്കും ഇഷ്ടപ്പെടുത്തുമില്ല. എവിടെ ശിവൻ? മുകളിൽ മുറിയിലുണ്ട്. എന്താ ചേച്ചി? ഒന്നുമില്ലേ, റൂമിൽ തന്നെയാണോ അവനിപ്പോഴും? അവരുടെ വാക്കുകളിൽ പരിഹാസം നിറഞ്ഞു. രണ്ടും കൂടി ഇവിടെ തന്നെ കൂടാനാണോ പരിപാടി? എൻ്റെ മക്കളെ നോവിച്ചിട്ട് അതെങ്ങനെ എളുപ്പത്തിൽ നടക്കുമെന്ന് കരുതണ്ട. ക്ഷമിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. രാജി പറയുന്നത് കേട്ട് അവരുടെ നെറ്റിയിൽ വരകൾ വീണു. ചേച്ചി എന്തൊക്കെയോ അർത്ഥം വെച്ച് പറയുന്നത് പോലെ. നിന്നോടെനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അത് മുന്നോട്ടുള്ള എൻ്റെ പല കാര്യങ്ങളെയും ബാധിക്കും. ചേച്ചി എന്താ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അമ്മയ്ക്കെന്നല്ല, ആർക്കും ഈ നിൽക്കുന്ന അപ്പച്ചയെ മനസ്സിലാകില്ല. പടികൾ ഇറങ്ങി വരുന്നവൻ്റെ ശബ്ദം കേട്ടതും അവരുടെ രണ്ടാളുടെയും കണ്ണുകൾ അങ്ങോട്ടായി. എന്താ അപ്പച്ചി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശിവൻ്റെ മുഖത്തേക്ക് നോക്കാൻ രാജിക്ക് ചെറിയ പേടി തോന്നി. അവൻ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ? ധന്യ പലതവണ തന്നോട് അങ്ങനെ ഒരു സംശയം പറയുമ്പോൾ എല്ലാം അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് അവളോട് പറയുമെങ്കിലും അങ്ങനെയൊരു ഭയം തൻ്റെ മനസ്സിലുമുണ്ട്. ശിവൻ കാണുന്നത് പോലെയല്ല. അവനെപ്പറ്റി ഓരോരുത്തർ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്നിട്ടും അവളോടുള്ള പകയിൽ ഓരോന്ന് കാണിച്ചു പോയതാണ്. എന്താ അപ്പച്ചി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? നീ എന്താ ശിവ ചേച്ചിയെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയേക്കുവാണോ? ചേച്ചി എന്തു ചെയ്തെന്നാ? നീയല്ലേ ധന്യമോളോട്? ചന്ദ്രിക പറഞ്ഞതും അവൻ്റെ മുഖം മാറി. അമ്മയോട് ഞാൻ എന്തെങ്കിലും ചോദിച്ചോ? ഇത് ഞാനും അപ്പച്ചിയും തമ്മിലുള്ള കാര്യമാണ്. അപ്പച്ചിക്കറിയാം ഞാൻ എന്താണ് പറയുന്നതെന്ന്, എന്തിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നതെന്ന്. ശിവൻ്റെ കടുത്ത സ്വരം രാജി വിയർത്തു തുടങ്ങി. രാജിയുടെ മുഖഭാവവും ശിവൻ്റെ നിൽപ്പും സംസാരവുമൊക്കെ ചന്ദ്രികയ്ക്ക് ശിവൻ പറയുന്നതിൽ എന്തൊക്കെയോ ഉണ്ടെന്നുള്ള സംശയം ജനിപ്പിച്ചു. ശിവ മോനെ, നീ ഒന്നും അറിയാത്തതുപോലെ എൻ്റെ മുന്നിൽ നിന്ന് നാടകം കളിക്കരുത്. നിങ്ങൾ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് മുന്നിൽ വന്ന് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. എന്നോട് ചെയ്യുന്നതും പറയുന്നതും ഞാനൊരു പക്ഷെ ക്ഷമിക്കും. പക്ഷേ എൻ്റെ പെണ്ണിനോട്. ശിവൻ്റെ കണ്ണുകളിൽ അഗ്നി എരിയും പോലെ തോന്നി രാജിക്ക്. അവരിൽ വല്ലാത്ത ഭയം നിറഞ്ഞു. ധന്യയുടെ സംശയം സത്യമായിരുന്നു. ഇവനാണ് എബിൻ്റെ ഒളിവിന് പിന്നിൽ. പറപ്പച്ചി, എന്തിന് നിങ്ങൾ എൻ്റെ ഭാര്യയെ? പറഞ്ഞു തീർന്നതും അവൻ്റെ കൈ ഉയർന്നു താണു. ചുമരിൽ ശക്തമായി അടിച്ച് തൻ്റെ ദേഷ്യം തീർക്കുന്നവൻ തന്നെ അടിക്കുന്നത് പോലെയാണ് രാജിക്ക് ഫീൽ ചെയ്തത്. അവർ പേടിയോടെ വിറച്ചുപോയി. ചന്ദ്രികയ്ക്കും അവൻ്റെ മുഖം കണ്ട് എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥ. കാര്യം എന്താണെന്ന് ഈ നിമിഷം വരെ അറിയില്ല. ഒന്നറിയാം, ഭദ്രയ്ക്ക് എന്തോ ചേച്ചി കാരണം സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ കുറേ ദിവസം മുന്നേ നടന്ന കാര്യം ആണ്. നിങ്ങൾ അവൾക്ക് നേരെ ഒരു ചെറുവിരൽ അനക്കിയാൽ പോലും ഞാൻ അറിയും. ഒന്നും അറിയില്ലെന്ന് കരുതി അവൾക്ക് നേരെ ഓരോന്ന് ചെയ്യുമ്പോൾ ഓർത്തില്ലേ അപ്പുറത്ത് ഞാനുണ്ടെന്ന്? മോനെ, ഞാൻ എന്ത് ചെയ്തെന്നാ? വീണ്ടും ഒന്നും അറിയാത്തതുപോലെ രാജി പറയുന്നത് കേട്ട് അവനൊന്ന് കണ്ണടച്ചു തുറന്നു. ഈ നിമിഷം വരെ അവൻ എബിൻ്റെ പേര് പറയാത്തത് തന്നെയാണ് അവരുടെ ഉള്ളിലെ ചെറിയൊരു പ്രതീക്ഷ നൽകിയത്. ശിവൻ അവരെ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് കയ്യിലിരിക്കുന്ന ഫോണെടുത്ത് അവർക്ക് നേരെ ഉയർത്തിക്കാട്ടി. ഇവനെ അറിയുമോ നിങ്ങൾക്ക്? അതുവരെ അവരോടുള്ള സകല ബഹുമാനവും മാറ്റിവെച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നത് തൻ്റെ ശത്രുവാണെന്നുള്ള പോലെയുള്ള അവൻ്റെ പെരുമാറ്റം ചന്ദ്രയുടെ മനസ്സിൽ പേടിയുണ്ടാക്കി. ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ ഇവിടെ നടക്കുമെന്നോർത്ത് അവരുടെ ഉള്ള സമാധാനം കൂടെ പോയി. അറിയില്ലെന്നൊരു കള്ളം ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ അച്ഛൻ്റെ സഹോദരിയാണെന്നും അപ്പച്ചയാണെന്നുമൊക്കെ ഈ ശിവൻ അങ്ങ് മറക്കും. എന്നെപ്പറ്റി നിങ്ങളൊന്നും അറിയാത്ത ഒരു ശിവനുണ്ട്. അതിനെ പുറത്തു കൊണ്ടുവരാൻ ആണേൽ ഞാൻ റെഡിയാണ്. നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? എവിടുന്നോ വീണ്ടും കിട്ടിയ ധൈര്യത്തിലാണ് ചോദിക്കുന്നത്. എബിൻ്റെ കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ടാണ് അവൻ മുന്നിൽ നിൽക്കുന്നതെങ്കിലും എങ്ങനെയും ഇവൻ്റെ മുന്നിൽ നിന്ന് തലയൂരിയേ പറ്റൂ. അവരുടെ മനസ്സിൽ ആ നിമിഷം അങ്ങനൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭീഷണിയോ? ശിവൻ ഉറക്കെ ചിരിച്ചു. പിന്നെ അവൻ്റെ കണ്ണും മുഖവുമൊക്കെ ചുമന്നു വന്നു. എനിക്ക് നിങ്ങളെ എന്നല്ല ആരെയും ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ ശിവരഞ്ജൻ ചെയ്ത് കാണിക്കും. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന നിങ്ങളെ മോനില്ലേ, അവൻ ശരിക്കും അറിഞ്ഞില്ലേ ഈ ശിവൻ ആരാണെന്ന്?
എന്നിട്ടും അവൻ ആ കിടക്കുന്ന കിടപ്പിൽ പോലും എനിക്കെതിരെ പദ്ധതി നെയ്യുക, അടുത്ത പണി വാങ്ങിക്കാൻ. ശിവൻ ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തിയതും അവൻ പറയുന്നതൊക്കെ കേട്ട് ചന്ദ്രിക ഞെട്ടിപ്പോയി. രാജിക്ക് വല്ലാത്ത ഭയമാണ് തോന്നിയത്. മുന്നിൽ നിൽക്കുന്നത് ഒരു മനുഷ്യനല്ലെന്ന് പോലും അവർക്ക് തോന്നി. ഇവനോട് ഇടപെടുമ്പോൾ സൂക്ഷിക്കണം. മൂർച്ചയുള്ളൊരു വാൾ പോലെയാണ്. മുറിയും. ഇത്രയും നാളും മനസ്സിലാക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് ആ നിമിഷം മനസ്സിലായിരുന്നു. അപ്പച്ചി കൂടുതൽ ആലോചിച്ചും എനിക്കെതിരെ തിരിയുന്നതിന് മുന്നേ ഒന്ന് ഓർക്കണമായിരുന്നു. എനിക്ക് നിങ്ങളുടെയൊക്കെ ജാതകം വരെ അറിയാമെന്ന്. എൻ്റെ കണ്ണൊന്ന് മാറിയ നേരത്താണ് അവൻ എൻ്റെ പെണ്ണിനെ നിങ്ങളൊക്കെ പറഞ്ഞിട്ട് തട്ടിക്കൊണ്ടു പോയത്. പലതവണ അവളെന്നോട് നിങ്ങളെന്തെങ്കിലും അവളെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴും ഞാനതത്ര കാര്യമാക്കിയില്ല. ഒന്നാമത് സ്വന്തം മോൻ്റെ അവസ്ഥ കണ്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് മാത്രമേ എനിക്കെതിരെ നിൽക്കൂ എന്ന് കരുതി. പക്ഷേ തെറ്റിപ്പോയി. അവൻ്റെ കണ്ണുകൾ അവർക്ക് നേരെ കൂർത്തു. തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട എന്തോ ഒന്നിനെ കുറച്ചു നേരത്തെങ്കിലും മാറ്റി നിർത്തിയ പക അവൻ്റെ മുഖത്തുണ്ട്. എല്ലാം കേട്ടു നിന്ന ചന്ദ്രിക ഞെട്ടലോടെ രാജിയെ നോക്കിയതും അവർക്ക് അവരുടെ മുഖത്ത് നോക്കാൻ പ്രയാസം തോന്നി. കാര്യം ഇവർക്കാർക്കും വന്നവളെ ഇഷ്ടമല്ലെങ്കിലും ഇങ്ങനെ ഒരു കാര്യം തൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഏട്ടൻ ഒരിക്കലും ഒന്നും പറയില്ല. പക്ഷേ മറ്റുള്ളവർ. ഞാൻ കരുതി നിങ്ങൾ എനിക്കെതിരെ തിരിയും മുന്നേ ഒന്ന് ആലോചിക്കുമെന്ന്. പക്ഷെ നിങ്ങളത് ചെയ്തില്ല. നിങ്ങൾക്കപ്പോൾ അവളെ എങ്ങനെയും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കണമെന്ന ചിന്തയായിരുന്നു. അതിനുവേണ്ടി നിങ്ങളൊരവസരം തന്നെ ഉണ്ടാക്കിയെടുത്തു. ഇത്രയൊക്കെ ചെയ്ത് നിങ്ങളോട് ഒരു കാര്യം ഞാനങ്ങ് തുറന്നു പറയാം. ഇനി എനിക്കെതിരെ തിരിയും മുന്നേ അതുകൂടി മനസ്സിൽ വച്ചേക്കണം. അല്ലെങ്കിൽ ഇതുപോലെ സംസാരിക്കാൻ പോലും നിങ്ങൾക്ക് ഞാനൊരു അവസരം തന്നെന്ന് വരില്ല. അവൻ്റെ സംസാരത്തിലെ മാറ്റം ഒരപായ സൂചനയായിരുന്നു. രാജി അവനെന്താ പറയാൻ പോകുന്നതെന്ന് അറിയാനായി ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി. സത്യത്തിൽ അവനെ അധികം നേരം നോക്കാനും പറ്റില്ല. വല്ലാത്ത ഭയം തോന്നും. ജീവിതത്തിൽ നിന്നപ്പോൾ തൻ്റെ അച്ഛൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ശിവനെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഇന്ന് ഉറപ്പായി അതേ രീതിയും പ്രകൃതവും തന്നെയാണ് ഇവനും. അത് സൂക്ഷിക്കണം. അവരും സ്വയം പറഞ്ഞു. തന്നേക്കാൾ ധന്യ ഇവനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അവൾ ഓരോന്ന് പറഞ്ഞത്. എല്ലാം കേട്ടു നിൽക്കുന്ന ചന്ദ്രയ്ക്ക് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ട്. പക്ഷേ രണ്ടുപേരുടെയും നിൽപ്പ് കാണുമ്പോൾ അവർക്ക് ഈ കാര്യത്തിൽ ഒന്നും പറയാനും പറ്റുന്നില്ല. ചേച്ചിയെ ഭദ്രയുടെ പേരിൽ ചോദ്യം ചെയ്യാൻ പോയാൽ ശരിയാവില്ല. ഏട്ടൻ പിന്നെ അതിൻ്റെ പേരിൽ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. കാരണം ഇവരുടെയൊക്കെ പൊതുശത്രുവാണ് ഭദ്ര ഇപ്പോൾ. ഇനി ഒരു കാര്യം, ഭദ്ര എൻ്റെ ആരാണെന്നുള്ള സംശയം മാറ്റിവെച്ചേക്ക്. അവൾ എൻ്റെ ഭാര്യയാണ്. ഞാൻ ലീഗലി കല്യാണം കഴിച്ചുകൊണ്ട് വന്ന എൻ്റെ പെണ്ണ്. അതിനേക്കാൾ ഉപരി എൻ്റെ പ്രിയപ്പെട്ടവൾ. എൻ്റെ മരണം കൊണ്ടല്ലാതെ അവളെ എന്നിൽ നിന്ന് വേർപിരിക്കാൻ കഴിയില്ല. പറഞ്ഞു തീർന്നതും എല്ലാവരിലും ഞെട്ടലായിരുന്നു. കാരണം വെറും വാക്ക് പറയും പോലെയല്ല അവനത് പറഞ്ഞത്. മനസ്സിൽ നിന്ന് വന്ന് പറയും പോലെ. അതിൽ കള്ളമോ അഭിനയമോ ആർക്കും തോന്നില്ല. ഭദ്ര അവൻ്റെ ജീവിതത്തിലേക്ക് വെറുതെയല്ല വന്നതെന്ന് അവനായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. മുകളിൽ നിന്ന് എല്ലാം കേട്ടു നിന്നുമുള്ള നെഞ്ച് ശക്തമായി ഇടിച്ചു. അവൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അതോ വെറുതെ എപ്പോഴത്തെയും പോലെ? അവളിൽ പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ. എത്ര സ്നേഹിക്കരുതെന്ന് മനസ്സിനോട് പറഞ്ഞിട്ടും വീണ്ടും അയാളിലേക്ക് തന്നെ അടുത്തു പോകുന്നു. ആരുമില്ല, താൻ ഒറ്റയ്ക്കാണെന്ന് കരുതിയ നിമിഷത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നവൻ. സാഹചര്യം എന്താണെങ്കിലും അവനാണ് തനിക്ക് അവിടെ നിന്നിങ്ങോട്ട് കരുതലായവൻ. അവൻ പറയുന്ന വാക്കുകൾ മാത്രമായിരുന്നു അവളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നത്. അതുപോലെ തന്നെ അവനെല്ലാം മനസ്സിലാക്കി തന്നെയാണ് കൂടെ നിന്നതെന്ന് അവൻ്റെ നാവിൽ നിന്ന് തന്നെ കേട്ടപ്പോൾ അവളിൽ വല്ലാത്ത സന്തോഷം നിറഞ്ഞു. ഒന്നും അറിയാത്തതുപോലെ അവൾ കൂടെ നിന്നതാണ്. തൻ്റെ സംശയം പോലെ രാജി തന്നെയായിരുന്നു എല്ലാത്തിനും പിന്നിൽ. കൊള്ളാം. താഴെ ബഹളം കേൾക്കുന്നതും ഉച്ചത്തിൽ സംസാരിക്കുന്നതും കേട്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങാൻ മടിച്ചെങ്കിലും ഇങ്ങു പോകുന്നത്. ശിവേട്ടൻ്റെ ശബ്ദം ഉയർന്നു കേട്ടതുകൊണ്ട് എന്താണ് കാര്യമെന്നറിയാതെ തനിക്ക് എറുപ്പുറക്കില്ലായിരുന്നു. മനസ്സിൽ ശിവേട്ടൻ എന്ന് പേര് വീണു കഴിഞ്ഞു. അഭിനയിക്കാനാണ് വന്നതെങ്കിൽ എപ്പോഴോ ഇഷ്ടപ്പെട്ടു പോയി. ചിലപ്പോൾ ആരുമില്ലാത്ത തന്നോട് കാണിച്ച സ്നേഹവും പരിഗണനയും കണ്ടാവാം. അതിനേക്കാൾ ഈ മനുഷ്യൻ തൻ്റെ ആരെല്ലാമായി ഹൃദയം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. താഴെ നിൽക്കുന്ന ശിവനെ നോക്കുന്ന അവളുടെ കണ്ണുകളിൽ വല്ലാത്ത പ്രണയമായിരുന്നു അവനോട്. തന്നെ ചേർത്ത് നിർത്തി പറയും പോലെ അവൻ ഓരോന്ന് അവിടെ കിടന്ന് പറയുന്നത് കേട്ട് അവളുടെ ഹൃദയം തുടിച്ചു. രാജി സ്വന്തം തടി തപ്പാനെന്നോണം പുറത്തേക്ക് എന്തോ പറഞ്ഞ് ദേഷ്യത്തിൽ പോകുന്നത് കണ്ടതും ഭദ്ര വേഗം തിരികെ മുറിയിലേക്ക് പോയി. താൻ അവിടെ നിന്ന് കേട്ടത് അവൻ അറിയുമെന്നുള്ള ചിന്ത. ചന്ദ്രികയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ശിവൻ രാജിയോടുള്ള അരിശത്തിൽ മുകളിലേക്ക് കയറിപ്പോയി. എന്നാലും ഈ ചേച്ചി ആൾ കൊള്ളാലോ. എത്ര ശത്രുവാണെന്ന് പറഞ്ഞാലും ഒരാളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നു, അതും ശിവൻ്റെ അടുത്ത്. ചന്ദ്രികയ്ക്ക് എല്ലാം കേട്ടതിന് ഞെട്ടൽ മാറിയില്ലെങ്കിലും എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചതിൻ്റെ സമാധാനമുണ്ടായിരുന്നു.
ചേച്ചി പെട്ടെന്ന് പേടിച്ചു പോയതാണ്. അതൊരു കണക്കിന് നന്നായി. ഇനി ഓരോന്ന് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ടെങ്കിലും ചെയ്യുമല്ലോ. ചെയ്താൽ കൊള്ളാം. ശിവൻ റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് ഒന്നും അറിയാത്തതുപോലെ ബുക്ക് വായിക്കുന്ന ഭദ്രയാണ്. അവൻ അവളെ നോക്കിയിട്ട് ബാത്റൂമിലേക്ക് കയറിപ്പോയതും അവളുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു. ഇനിയാണ് മോനെ നിന്റെ മനസ്സിൽ എന്താണെന്ന് ഈ ഭദ്ര ശരിക്കും ചുഴന്നെടുക്കാൻ പോകുന്നത്. അവൻ പഴകുന്ന വഴിയെ നോക്കി അവൾ മനസ്സിൽ പറഞ്ഞു. തുടരും.